സ്നേഹമുള്ളവരെയും, നമ്മൾ ഇതാ മംഗളവാർത്ത കാലത്തിലെ 4-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇതാ ഉണ്ണി പിറക്കുന്നതിന് മുൻപായിട്ട് എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും സന്തോഷമാണ്. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് ഇത് ലേഖനം നമ്മൾ വായിച്ചു. അതിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ മദ്യപിച്ച് ഉന്മത്തരാകാതെ ആത്മീയ ഗീതങ്ങളാലും സന്തോഷിക്കുവിൻ, ഉണരുവിൻ. എത്തരത്തിലുള്ളൊരു ഉണർവാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. സ്നേഹമുള്ളവരെ, നമുക്ക് നന്ദി പറയാം. ഇത്രയും വലിയ, ഇത്രയും വിസ്മയനീയമായ രക്ഷകൻ മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് ദൈവം നമ്മിൽ ഒരുവനായി പിറക്കാൻ പോകുന്നു. പിറന്നിരിക്കുന്നതിൻ്റെ ആഘോഷം, അതിൻ്റെ കരോൾ സിംഗുകളും താളമേളങ്ങളും വളരെ സന്തോഷകരമായ എല്ലാ കുടുംബങ്ങളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ വരെ വലിയ ക്രിസ്മസ് ആഘോഷങ്ങളാണ്. എന്നാൽ ദരിദ്രരായ നിരവധി ആളുകളും ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുകൊള്ളണം. അതേസമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ക്രിസ്ത്യാനികൾ വളരെയധികം പീഡ സഹിക്കുന്നത് നമുക്കറിയാം. എന്നാൽ മറ്റൊരു വശത്ത് കരുണയുടെ കവാടം തുറന്നുകൊണ്ട് ആ കാരുണ്യവാനായ ദൈവം മനുഷ്യനായി അവതരിക്കുന്നതിൻ്റെയും ഒരു വലിയ രഹസ്യമാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ വചനം മാംസമാക പോലെ തന്നെയാണ് മെസറിക്കോർഡിയ, അതായത് എല്ലാവരുടെയും മിസറിയെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന കരുണാർദ്രനായ, കരുണ തന്നെയായ ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സീറോ മലബാർ സഭയിലെ ആരാധനാക്രമത്തിലുള്ള 4 വായനകളിൽ ഏറ്റവും ആദ്യത്തെ വായന ഒരു മനോഹരമായ പെണ്ണുകാണലും, അങ്ങനെ അബ്രാഹത്തിൻ്റെ ഒരു ദൈവം ചെയ്ത വാഗ്ദാനമനുസരിച്ച് ഇസഹാക്കിനെ ഇതാ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇസഹാക്ക് വിവാഹിതനാകുന്നതിന് അവൻ്റെ തന്നെ അബ്രാഹത്തിൻ്റെ നാട്ടിൽ സ്വന്തക്കാരിൽ നിന്നും ഇതാ പെണ്ണ് കാണാൻ എലിയാസർ പോയി പെൺകുട്ടിയെയും കൊണ്ട് വരുന്നു. എന്തൊരു മനോഹരമായ ഒരു സംഭവമാണ്. അങ്ങനെ ഇസഹാക്ക് റബേക്കയെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ആ റബേക്ക ഈ രക്ഷാകര ചരിത്രത്തിൽ ഒരു പ്രധാന ഘടകമാണ്. ഇസഹാക്കും റബേക്കയും നമ്മൾ ഈ കഴിഞ്ഞ, അതിനുശേഷം നമ്മൾ 2ാമത്തെ വായനയിൽ കാണുന്നത് സാമുവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹന്നായ്ക്ക് കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ചാണ്. അവിടെയും വന്ധ്യയായ അവൾ വളരെ അധികം മിസറിയിൽ ആയിരുന്നു. അവളെ എല്ലാവിധത്തിലും വിഷമിച്ച് കരഞ്ഞ് വളരെയധികം വേദന അനുഭവിച്ച് അവൾ കരഞ്ഞു. അവസാനം കർത്താവിൻ്റെ കരുണാകടാക്ഷം അവൾ കണ്ടു. അങ്ങനെ അവൾക്ക് സാമുവൽ എന്ന മകനുണ്ടായി. അവനാണ് സാമുവൽ പ്രവാചകൻ. അപ്പോൾ പ്രവാചകന്മാരുടെ വരവും നിരവധി വിധവകൾ ഇതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ മുന്നോടിയായിട്ട്, അതിൽ നിന്നുള്ളൊരു സൂചന, രക്ഷാകര ചരിത്രത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഈ ആഗമന കാലത്ത്, മംഗളവാർത്ത കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ള നിരവധി വിധവകൾക്ക് കുഞ്ഞുണ്ടാകുന്നതാണ് കാണുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ നമ്മുടെ വായനയിൽ നമ്മൾ കേട്ടു. അവിടെയും പഴയ നിയമത്തിൽ, അഥവാ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറയ്ക്ക് വിധവയായിരുന്നു, ഗർഭം വരണ്ടിരുന്ന അവസ്ഥയിൽ ദൈവം അനുഗ്രഹിക്കുന്നു.
പിന്നീട് മനോവായുടെ ഭാര്യയെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ സാംസൺ ജനിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞു പിറക്കുന്ന യോഹന്നാൻ, സ്നാപക യോഹന്നാൻ, എലിസബത്ത് വിധവയായിരുന്ന എലിസബത്തിന് കുഞ്ഞു പിറക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ആ സാറയുടെ മകൻ ഇസഹാക്കിന് ഇതാ വിവാഹമായിരിക്കുന്നു. അതോടൊപ്പം ഹന്ന, വിധവയായ ഹന്ന, വളരെയധികം വേദനിച്ചിരുന്ന ഹന്ന, കർത്താവ് അവളുടെ കരച്ചിൽ കേട്ട് അവൾക്കും കുഞ്ഞുണ്ടാകുന്നു. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രഹസ്യം, ഈ രക്ഷാകര പദ്ധതി മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും അല്ലെങ്കിൽ വ്യത്യസ്തമായ, മനുഷ്യന്റെ നാച്ചുറലായിട്ടുള്ള മാനുഷികമായ എല്ലാ കഴിവുകൾക്കും അപ്പുറത്തുള്ള ഒന്നാണെന്ന് നമുക്ക് കാണാം. വയസ്സായി കുഞ്ഞില്ലാതിരുന്നവർക്ക് കുഞ്ഞുണ്ടാകുന്നു. പ്രകൃതിദത്തമായി കുഞ്ഞുണ്ടാകാനുള്ള ഒരു കഴിവുമില്ലാത്തവർക്ക് പ്രകൃത്യാതീതമായ സൂപ്പർ നാച്ചുറൽ കഴിവ് കർത്താവ് കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ മംഗളവാർത്ത അല്ലെങ്കിൽ ആഗമനം, ഈ രക്ഷാകര രഹസ്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഉണ്ണി ജനിച്ചത്, ഈശോ ജനിക്കുന്നത് ഒരു വളരെ സൂപ്പർ നാച്ചുറൽ, ടോട്ടലി സൂപ്പർ നാച്ചുറൽ, അല്പം പോലും മാനുഷികമായ ഒരു ശക്തിയിലൂടെ അല്ല. ഒരു കന്യക സ്ത്രീ, എ വെർജിൻ വിൽ കൺസീവ്, ഒരു കന്യക ഒരു പുരുഷ സ്പർശമില്ലാതെ, പുരുഷ ബീജത്തിലൂടെ അല്ലാതെ ഗർഭം ധരിക്കുന്നു എന്ന് പറയുന്നത് എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ, എന്തോ ഒരു അത്ഭുതകരമായ അവസ്ഥയാണ്. ആ അത്ഭുതകരമായ അവസ്ഥയുടെ മുന്നോടിയായിട്ടാണ് ഇതുപോലെയുള്ള സൂപ്പർ നാച്ചുറൽ എവൻസ്, പ്രകൃത്യാതീതമായ സംഭവങ്ങൾ നമ്മളെ കാണിച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിൽ പല പ്രവാചകന്മാരുടെയും ജനനം അതുപോലെയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ പിറവി തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈ യേശുവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ ജനനത്തിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ആ പദ്ധതിയിലൂടെ മനുഷ്യവംശത്തിന് മുഴുവനും സകല മനുഷ്യർക്കും ദൈവം നൽകുന്ന കൃപയെയും അനുഗ്രഹത്തെയും സ്നേഹത്തെയും സമാധാനത്തെയും കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരുടെയും അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇതെങ്കിലും നമ്മൾ വിശ്വസിക്കേണ്ടത്, ആരാണ് ഈ ക്രിസ്തു, എന്താണ് ഈ ക്രിസ്തുവിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്, അത് എന്തുകൊണ്ട് ഇതുവരെ മുഴുവനും പൂർത്തിയായിട്ടില്ല, അതിൽ എനിക്കെന്താണ് ചെയ്യാനുള്ളത്, എന്തുകൊണ്ടാണ് അത് ഇതുവരെയും പൂർത്തിയാകാത്തത്. സ്നേഹമുള്ളവരെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് വീണ്ടും ഒരു മിസറി ആരംഭിക്കുകയാണ്. മിസറി ഇതാണ്, മനോവേദനയാണ്, കഷ്ടതയാണ്, ഭയങ്കര ഒരു പ്രശ്നമാണ്. എന്താ? ജോസഫ് താൻ വിവാഹ നിശ്ചയം കഴിഞ്ഞു വെച്ചിരിക്കുന്ന സ്ത്രീ, അവളുമായിട്ട് ഒരുമിക്കുന്നതിന് മുൻപേ അവൾ ഗർഭിണിയാണെന്നറിയുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകാവുന്ന വലിയ പ്രശ്നമാണ്, എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫിന് ഇത് പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ ഗർഭധാരണമെന്ന് ആ സമയത്ത് മനസ്സിലാവുന്നില്ല. അപ്പം ജോസഫ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ജോസഫിന്റെ ആ സഹവസിക്കുന്നതിന് മുമ്പ് ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഒരു പുരുഷനുണ്ടാകുന്ന ഭയാനകമായ അവസ്ഥ ഒന്ന് ചിന്തിച്ചിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, ഒരു വാക്കിവിടെ പറയുന്നത് ഇതാണ്, അവൻ നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് പഴയ നിയമത്തിലെ നീതിയും പുതിയ നിയമത്തിലെ നീതിയും തമ്മിലുള്ള വലിയ ഒരു വ്യത്യാസം നമുക്ക് കാണാം.
ജോസഫ് ഒരു യഹൂദനാണ്, മറിയവും ഒരു യഹൂദയാണ്. അവർ യഹൂദ നിയമപ്രകാരം, മോശയുടെ നിയമപ്രകാരം ചെയ്യേണ്ടവരാണ്. മോശയുടെ നിയമപ്രകാരം, അന്നത്തെ ഫരിസേയരും യഹൂദരുടെയും നിയമപ്രകാരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ അത് ഉടനെ പരസ്യമായി എല്ലാവരോടും പറഞ്ഞ് അവളെ പരസ്യമായി അപമാനിക്കുകയും കല്ലെറിഞ്ഞ് കൊല്ലുക വരെ ചെയ്യുക എന്നതാണ് മോശയുടെ നിയമം. എന്തുകൊണ്ട് ജോസഫ് അത് ചെയ്തില്ല? ഇവിടെയാണ് പുതിയ നിയമത്തിൻ്റെ യഥാർത്ഥമായ ആവിർഭാവം. പഴയ നിയമം ഈശോ പിന്നീട് പറഞ്ഞു, പ്രവാചകന്മാരും യോഹന്നാൻ വരെ ഉള്ളൂ. പ്രവചനങ്ങളും നിയമവും യോഹന്നാൻ വരെ. അപ്പൊ യോഹന്നാന് ശേഷം ആരുണ്ടാവുന്നു? യോഹന്നാന് ശേഷം ഇതാ പുതിയൊരു നിയമം വരുന്നു. യേശുവിൻ്റെ നീതി, ദൈവനീതി വരുന്നു. മാനുഷിക നീതിയും ഫരിസേയരുടെ നീതിയുടെയും കാലം കഴിഞ്ഞു. ജോസഫ് നീതിമാനാകയാൽ ഏത് നീതിയാണ് ജോസഫ് അവിടെ ചെയ്യുന്നത്? ജോസഫിന് ഫരിസേയ നീതി അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ജോസഫിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം, രക്ഷാകര പദ്ധതിയുടെ ആരംഭം ഇതാ ഈ ആഗമനം, ഈ മംഗളവാർത്ത കാലത്തുള്ള ആഗമനത്തിൽ, രക്ഷയുടെ ആഗമനത്തിൻ്റെ പ്രധാന ഇത് ഈ ഫരിസേയ സ്വഭാവം മാറ്റി കരുണയുടെ സ്വഭാവം വരിക. മനുഷ്യവംശം മുഴുവനും കരുണാർദ്രവും സമാധാനവുമുള്ള ഒരു വംശമായിട്ട് മാറുക എന്നതാണ്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. ഈശോയെക്കുറിച്ച് ഏശയ്യായുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കയില്ല, അവൻ കഴിഞ്ഞ തിരിക്കെടുത്തുകയില്ല, അവൻ കണ്ടാലും കണ്ടില്ല, അവൻ കേട്ടിട്ടും കേട്ടില്ല. എൻ്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്? ഏശയ്യ 42 അധ്യായത്തിൽ 18-19. എൻ്റെ ദാസനെ പോലെ കുരുടനായ ആരുണ്ട്? എൻ്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്? എൻ്റെ ദാസനെ പോലെ ബധിരനായ ആരുണ്ട്? അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. ഇത് ഫരിസേയ നീതിക്ക് നേരെ വിരുദ്ധമാണ്. ഫരിസേയ നീതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അപാകത ഒരാളിൽ കണ്ടാൽ, ഒരു കുറ്റം കണ്ടാൽ, ഒരു തെറ്റ് കണ്ടാൽ ഉടനെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നാലാളുകളോട് പറഞ്ഞ് അവരെ പരസ്യമാക്കി അവഹേളിക്കുക എന്നതാണ്. സ്നേഹമുള്ളവരെ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്രിസ്തുവിനെ അറിയില്ല. ക്രിസ്തുവിലൂടെ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന നീതിയാണ് ഇപ്പോൾ ജോസഫിലൂടെ നമ്മൾ കാണുന്നത്. ഇത് സുവിശേഷത്തിലെ, മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ സ്പർശിച്ച ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം വാസ്തവത്തിൽ യഹൂദർക്കായിട്ടുള്ള ഒരു സുവിശേഷമാണ്. ഇവിടെ യഹൂദനായ ജോസഫിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. യഹൂദ നിയമം അനുസരിക്കേണ്ട ജോസഫ് അത് അനുസരിക്കുന്നില്ല. കാരണം യഹൂദ നിയമം കഴിഞ്ഞു, മോശയുടെ നിയമം കഴിഞ്ഞു. ഇനി ഇതാ പുതിയ ഒരു നിയമം വരുന്നു. ഈ പുതിയ നിയമം മോശയുടെ നിയമത്തെ റദ്ദാക്കാനല്ല വന്നിരിക്കുന്നത്, അതിനെ പൂർത്തിയാക്കാനാണ് വന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ എങ്ങനെയാണ് അത് പൂർത്തിയാക്കുന്നത്? തെറ്റ് ചെയ്തവനെ പുറകെ നടന്ന് കണ്ടുപിടിച്ച് ശിക്ഷിച്ച് അവഹേളിച്ച് കല്ലെറിഞ്ഞത് കൊണ്ടല്ല, തെറ്റ് ചെയ്യുന്നവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കരുണയോടെ തോളിലേറ്റി അവന് ജീവൻ കൊടുത്ത് രക്ഷിക്കുന്നതിലൂടെയാണ്. സ്നേഹമുള്ളവരെ, യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. യേശു എന്ന വാക്കിന്റെ അർത്ഥം കാറ്റഗിസത്തിൽ 430 ഖണ്ഡികയിൽ പറയുകയാണ്, യേശു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ദൈവം രക്ഷിക്കുന്നു. യേശു എന്ന പദത്തിന് ഹീബ്രു ഭാഷയിൽ ദൈവം രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. മംഗളവാർത്ത വേളയിൽ രക്ഷകന്റെ പ്രത്യേക സംജ്ഞയായി ഗബ്രിയേൽ മാലാഖ നൽകുന്ന യേശു എന്ന നാമമാണ്. അത് അവിടുത്തെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും സൂചിപ്പിക്കുന്നു. യേശു എന്ന വാക്കിൽ തന്നെ 2 കാര്യമാണുള്ളത്. ഒന്ന് യേശുവിൻ്റെ വ്യക്തിത്വവും യേശുവിൻ്റെ ദൗത്യവും.
വ്യക്തിത്വത്തിൽ യേശു ദൈവമാണ്, ദൗത്യത്തിൽ യേശു രക്ഷകനാണ്. അവിടെ പറയുന്നുണ്ട്, പാപത്തിൽ നിന്ന് മോചനം നൽകാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ അവിടുത്തെ നിത്യപുത്രനും മനുഷ്യനുമായി അവതരിച്ചവനുമായ യേശുവിൽ അവിടുന്ന് തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അതാണ് ഇന്ന് മാലാഖ ഔസേപ്പിനോട് പറഞ്ഞത്, നീ അവനെ യേശു എന്ന് പേരിടണം. കാരണം അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. ഇന്നും നമ്മുടെ പ്രശ്നം, നമ്മുടെ പാപത്തിൽ നിന്ന് മോചിക്കാൻ നമ്മൾ തന്നെ സ്വയം പരിശ്രമിക്കുന്നതാണ് ഈ പ്രശ്നം. നമ്മളുടെ സ്വയം പരിശ്രമത്തിലൂടെയോ സ്വന്തം ശക്തിയിലൂടെയോ അല്ല രക്ഷയുടെ ആവിർഭാവം. അതാണ് ഈ വിധവകളുടെ ഗർഭധാരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ വിധവകളെല്ലാം ഗർഭം ധരിച്ചത് അവരുടെ സ്വന്തം ശക്തിയിലൂടെ അല്ല, ദൈവത്തിന്റെ ഇടപെടലിലൂടെയാണ്. എന്നുപോലെ തന്നെയാണ് നമ്മുടെ രക്ഷയിൽ, ഈ ഉണ്ണിയുടെ പിറക്കലിൽ നമ്മൾ കാണേണ്ടത് മനുഷ്യന്റെ ശക്തിയിലൂടെ അല്ല. ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ മനോഭാവത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു വ്യത്യാസം ഇതാണ്. നമ്മളിൽ യേശു അനുഭവം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മാനുഷികമായ ശക്തികളിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കണം. ഇവിടെയും ജോസഫ് അന്തം വിട്ട് കിടക്കുകയാണ്, ഉറക്കം വരുന്നില്ല. രാത്രി ഇതാ ഒരു മാലാഖ ജോസഫിനോട് പറയുകയാണ് സ്വപ്നം. മാലാഖ പറയുകയാണ്, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ജോസഫിന്റെ അവസ്ഥ നോക്ക്, അവൻ്റേതല്ലാത്ത ഒരു പുത്രൻ. പക്ഷേ ഇപ്പോൾ ജോസഫിന്റെ ഉള്ളിൽ പ്രകാശം വരാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിലൂടെയാണ് അവൾ ഗർഭിണിയായിരിക്കുന്നത്. എന്നാൽ ഇതെങ്ങനെ സംഭവിക്കും? ഒരു പുരുഷനില്ലാതെ എങ്ങനെ ഒരു സ്ത്രീ ഗർഭം ധരിക്കും? ഒരു പുരുഷ ബീജത്തിലൂടെ അല്ലാതെ എങ്ങനെ ഒരു സ്ത്രീ ഗർഭം ധരിക്കും? എവിടെ സയൻസ്? എവിടെ ശാസ്ത്രം? ശാസ്ത്രത്തിന് ഇത് തെളിയിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വിസ്മയനീയമായ ഒരു കാര്യമാണത്. എന്നാൽ ഒരുപക്ഷെ മാലാഖ ഇത് പറഞ്ഞപ്പോൾ ആദ്യം ജോസഫിനെ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നു എന്നോ? ജോസഫ് ഒരുപക്ഷെ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ഉള്ള ഒരു വിചിന്തനത്തിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറ്റുന്നില്ല. ഉടനെ മാലാഖ രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണ്. ഇത് പ്രവാചകന്മാരിലൂടെ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് പൂർത്തിയാകാൻ കൂടി വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ജോസഫ് കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. പ്രവാചകൻ പറഞ്ഞത് എൻ്റെ ഭാര്യയിൽ പൂർത്തിയാവുന്നു. ഈ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞ കാര്യം എൻ്റെ ഭാര്യയിൽ പൂർത്തിയാകുന്നു എന്ന്. ഓ, എന്താണത്? ഏത് പ്രവാചകൻ? കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് പേരിടണം. ഇത് യെശയ്യായിൽ പറഞ്ഞിരിക്കുന്നതാണല്ലോ. ഇത് യേശുവിനെ, ഈ സംഭവത്തിന് 725 വർഷം മുമ്പ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതാണോ പൂർത്തിയാകാൻ? അതെ, നിന്റെ ഭാര്യ മറിയം ആണ് ആ കന്യക. ആ യെശയ്യായിൽ പറഞ്ഞിരിക്കുന്ന കന്യകയാണ്. പ്രൈസ് ദി ലോർഡ്. ജോസഫ് ചാടി എഴുന്നേറ്റു. ജോസഫിന് ഇപ്പോൾ ഉണ്ടായ വിശ്വാസമാണ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായത്. അതാണ് എലിസബത്ത് മറിയത്തിനോട് പറഞ്ഞത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. നമുക്കുണ്ടാകേണ്ട ഒരു വിശ്വാസം, ഈ യേശുവിനെ സ്വീകരിക്കുമ്പോഴുണ്ടാകേണ്ട വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രധാന രഹസ്യം ഇതായിരിക്കണം: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ യഥാകാലം പൂർത്തിയാകും.
കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ പൂർത്തിയായതാണ് നമ്മളിവിടെ ഈ സുവിശേഷത്തിൽ കാണുന്നത്. അതാണ് 2 പ്രാവശ്യം മാലാഖ പറഞ്ഞു. ആദ്യം പറഞ്ഞു, നിന്റെ ഭാര്യ പരിശുദ്ധാത്മാവിലൂടെയാണ് ഗർഭിണിയായിരിക്കുന്നത്. എന്നാൽ മുഴുവനും ബോധ്യമാവുന്നില്ല. കാരണം എങ്ങനെയാണ് പരിശുദ്ധാത്മാവിലൂടെ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത്? സൂപ്പർ നാച്ചുറൽ. രണ്ടാമത് പറഞ്ഞു, ഇത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പൂർത്തിയാകുകയാണ്. ഉടനെ ജോസഫിന് സംശയം മാറി. ഇവിടെയാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെപ്പോഴും പുതിയ നിയമം വായിക്കണം. ആ പുതിയ നിയമത്തിൽ പഴയ നിയമത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേൾക്കുകയും ഈ പുതിയ നിയമത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നതിൻ്റെ പഴയ നിയമ പശ്ചാത്തലം മനസ്സിലാകുകയും ചെയ്യുമ്പോൾ, ആഹാ, അന്ന് പ്രവാചകൻ പറഞ്ഞതാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. ജോസഫ് യേശു മറിയത്തെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവരുമായിട്ട് യാതൊരു ശാരീരിക ബന്ധത്തിലും വന്നില്ല. അവൾ ഒരു വെർജിനായി തന്നെ, ഷീ ഈസ് എ പെർപെക്ച്വൽ വെർജിൻ. അപ്പോൾ നമ്മുടെ വിശ്വാസം ഇതാണ്, മറിയം ഒരു പെർപെക്ച്വൽ വെർജിനായിരുന്നു. മറിയവും ഔസേപ്പും ഒരിക്കലും ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പെർപെക്ച്വൽ വെർജിനിറ്റി. മറിയത്തിൻ്റെ ആ വെർജിനിറ്റിയിലൂടെ സഭയിൽ അല്ലെങ്കിൽ രക്ഷാകര പദ്ധതിയിൽ വളരെ കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു. സ്നേഹമുള്ളവരെയും, ഈ യേശു എന്ന നാമമാണ് പിന്നീട് നമ്മളെല്ലാവരെയും നയിക്കുന്നത്. ആ യേശു നാമം, അതിൽ ശക്തിയുണ്ട്, അതിൽ മുക്തിയുണ്ട്, അതിൽ പ്രകാശമുണ്ട്, അതിൽ രക്ഷയുണ്ട്. അതിൻ്റെ കാരണം ആ യേശു ദൈവവും മനുഷ്യനുമാണ്. ആ യേശുവിൽ ഇതിൻ്റെ ദൈവത്വവും മനുഷ്യത്വത്തെയും കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ കാലഘട്ടമാണിത്. രക്ഷാകര ചരിത്രത്തിൽ ഇസ്രായേൽ അടിമത്വത്തിൻ്റെ ഭവനത്തിൽ നിന്ന് മോചിപ്പിച്ച് ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം ദൈവം സംതൃപ്തനായില്ല. അവിടുന്ന് അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. പാപം എപ്പോഴും ദൈവത്തോടുള്ള അപരാധമാകയാൽ പാപമോചനം നൽകാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ. ഇക്കാരണത്താൽ പാപത്തിൻ്റെ സാർവജനീന സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ അവബോധമാർജിച്ചു കൊണ്ടിരുന്ന ഇസ്രായേലിനെ രക്ഷ തേടാൻ രക്ഷകനായ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. സ്നേഹമുള്ളവരെയും, പാപത്തിൽ നിന്ന് മനുഷ്യർക്ക് സാർവലൗകികവും പരമവുമായ മോചനം നൽകാൻ അവതരിച്ച ദൈവപുത്രന്റെ വ്യക്തിത്വത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ദൈവനാമമാണ് യേശു. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് മതബോധന ഗ്രന്ഥത്തിൽ 432 ഖണ്ഡികയാണ്. നമ്മളെല്ലാം ഈ കാലഘട്ടത്തിൽ വളരെയധികം ഇന്റലക്ച്വലായിട്ട് വളർന്നവരാണ്. നമുക്ക് മാത്തമാറ്റിക്സും ട്രിഗ്നോമെട്രിയും ആൾജിബ്രയും എല്ലാം അറിയാം. എന്നാൽ ദൈവവചനവും അതിൻ്റെ രഹസ്യത്തിലെ ഇന്റലക്ച്വലായിട്ടും നമ്മൾ അറിയണം. സ്നേഹമുള്ളവരെ, 432 ഖണ്ഡിക നമ്മൾ പഠിക്കുമ്പോൾ പാപത്തിൽ നിന്ന് മനുഷ്യർക്ക് സാർവലൗകികവും പരമവുമായ മോചനം നൽകാൻ അവതരിച്ച ദൈവപുത്രന്റെ വ്യക്തിത്വത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ദൈവനാമത്തെയാണ് യേശു എന്ന നാമം സൂചിപ്പിക്കുന്നത്. രക്ഷ പ്രദാനം ചെയ്യുന്നത് യേശു എന്ന ദിവ്യനാമം മാത്രമാണ്. എല്ലാ മനുഷ്യർക്കും തിരുനാമം വിളിച്ചപേക്ഷിക്കാം. കാരണം ഇവിടെയാണ് ഒരു പ്രധാന പോയിന്റ് വിശ്വാസത്തിൻ്റെ. മനുഷ്യാവതാരത്തിലൂടെ യേശു തന്നെ സർവ മനുഷ്യരുമായി ഐക്യപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യാവതാരത്തിലൂടെ തന്നെ യേശു
തന്നെ തന്നെ സർവ മനുഷ്യരുമായി ഐക്യപ്പെടുത്തിയിരിക്കുന്നു. യേശു തന്നെ തന്നെ, യേശുവിനെ തന്നെ മനുഷ്യാവതാരത്തിലൂടെ എല്ലാ മനുഷ്യരുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. യേശുവുമായിട്ട് എല്ലാ മനുഷ്യവംശത്തിനും ബന്ധമുണ്ട് മനുഷ്യാവതാരത്തിലൂടെ തന്നെ. അവർ യേശുവിൽ വിശ്വസിച്ചാലും അവർ യേശുവിൽ വിശ്വസിച്ചില്ലെങ്കിലും യേശുവുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. കാരണം യേശു മനുഷ്യനായി അവതരിച്ചത് ഈ സാർവത്രികമായ പ്രപഞ്ചം മുഴുവനുമുള്ള എല്ലാ മനുഷ്യവംശത്തിലെയും തൻ്റെ ശരീരമാക്കിക്കൊണ്ടാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ, യേശുവിൻ്റെ ശരീരത്തിൽ ഈ മനുഷ്യവംശം മുഴുവനെയും യേശു ഉൾക്കൊണ്ടിരിക്കുന്നു. ഏതുപോലെ ആദം ഒരാളുടെ പാപം മൂലം സർവ്വലോകത്തിലും പാപം വന്നിരിക്കുന്നു. കാരണം ആദം ഒരു മനുഷ്യനിൽ ലോകം മുഴുവനും ഒരു ശരീരം പോലെയാണ്. ആദത്തിന്റെ പാപം ലോകം മുഴുവനിലും പ്രസരിച്ചത് ആദം എന്ന ഒരു മനുഷ്യനിൽ ലോകം മുഴുവനും ഒരു ശരീരം പോലെയാണെങ്കിൽ ആ ആദം മൂലമുണ്ടായ പാപത്തിനെ നിഹനിക്കുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനുമായി പിറന്ന യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ലോകം മുഴുവനും യേശുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും യേശു മനുഷ്യനായി അവതരിച്ചിരിക്കുന്ന യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ ഈ ലോകം മുഴുവനും ഭാഗമാക്കുകളാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യാവതാരത്തിലൂടെ യേശു തന്നെ തന്നെ സർവ മനുഷ്യരുമായി ഐക്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യങ്ങൾ വളരെയധികമുണ്ട്. ഇത് നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. ഈ കാലഘട്ടത്തിൽ ക്രിസ്മസിൻ്റെ ബാഹ്യമായ ആഘോഷത്തിലും എല്ലാം വേണം. അതോടൊപ്പം ക്രിസ്മസിൻ്റെ, പിറവിത്തിരുന്നാളിൻ്റെ, ഉണ്ണിയുടെ ഈ ദൈവിക രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സ്നേഹമുള്ളവരെയും, ഈ രഹസ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഇത്രയും ആഗ്രഹിച്ചാൽ മതി. ഓ, എന്തൊരത്ഭുതം! ജ്ഞാനം തന്നെയായ ദൈവം, സൃഷ്ടാവായ ദൈവം മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു. നമ്മുടെ കാർവസൂസ പ്രാർത്ഥനകളിലും നമ്മുടെ വിശുദ്ധ കുർബാനയിലുള്ള കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള പ്രാർത്ഥനയിലും നമുക്ക് ഈ കാര്യത്തിന് പ്രത്യേക ഊന്നൽ കൊടുക്കാം. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ എന്ന് പറയുമ്പോൾ എന്നിൽ മാത്രമല്ല, ഈ ലോകം മുഴുവനും വേണ്ടി മനുഷ്യനായി അവതരിച്ച യേശുവേ, ഈ ലോകം മുഴുവനും നിന്നെ അറിയട്ടെ. ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നമ്മൾ ഓരോ വിശ്വാസിയും ഈ രഹസ്യത്തെ നമ്മുടെ ഹൃദയത്തിൽ മുറുക്കെ പിടിക്കുമ്പോൾ തന്നെ ഈ പ്രകാശം ലോകത്തിലേക്ക് പടരും. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു ജനിച്ചപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. യേശു സർവ മനുഷ്യർക്കും വേണ്ടി ജനിച്ചു. യേശുവിൻ്റെ ജനനത്തിലൂടെ സർവ മനുഷ്യരും ദൈവവുമായിട്ട് യേശു അനുരഞ്ജനം ആരംഭിച്ചു. നമുക്ക് ഈ വിശ്വാസത്തോടെ ഈ വിശുദ്ധ ബലി സമർപ്പിക്കാം. ഈ വിശുദ്ധ ബലിയിലുള്ള എല്ലാ പ്രാർത്ഥനകളും മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവേ, മനുഷ്യവംശത്തിന് വേണ്ടി അർപ്പിക്കുന്ന ഈ ബലിയർപ്പണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നമ്മിൽ ഒരുവനായി തൻ്റെ ശരീരവും രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മെ തൻ്റെ മഹത്വത്തിൽ പങ്കുകാരാക്കി. ഈ മഹാദാനം സ്നേഹപൂർവം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ആമേൻ.